ഹലോ വേൾഡ്, വെൽക്കം ബാക്ക് ടു റെഡ്സ് ബൈ ടെക്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് നമ്മൾ ടെർമാക്സിൻ്റെ അകത്ത് പൈത്തൻ്റെ HTTP ലോക്കൽ സെർവർ എങ്ങനെ റൺ ചെയ്യിക്കുക, അതുവഴി നമുക്ക് നമ്മളുടെ വെബ് പേജ് ലോക്കൽ സെർവറിൽ ഹോസ്റ്റ് ചെയ്യാൻ കഴിയും. ആ ലോക്കൽ ഹോസ്റ്റ് ചെയ്യുന്ന അതേ പോർട്ട് നമ്പർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എൻജിറോക്കോ അല്ലെങ്കിൽ ക്ലൗഡ് ഫയറിൽ നമ്മളുടെ പോർട്ട് ഫോർവേഡ് ചെയ്യാനും കഴിയും. അതുവഴി മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും കഴിയും. സോ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ. സോ ശ്രദ്ധിച്ചിട്ടെങ്കിൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. ദെൻ അതിന് തന്നെ APT അപ്ഡേറ്റ് APT അപ്ഗ്രേഡൊക്കെ ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷം നമുക്ക് പൈത്തൻ്റെ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യണം. എന്നെങ്കിൽ മാത്രമാണ് ഈ ഒരു സംഭവം വർക്കാവത്തുള്ളൂ. അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ പൈത്തൻ പാക്കേജ് ഇൻസ്റ്റാൾ പൈത്തൻ എന്ന് കൊടുത്തിട്ട് എൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പൈത്തൻ്റെ പാക്കേജിങ് ഇൻസ്റ്റാൾ ആയിക്കോളും. ദെൻ പൈത്തൻ 2 ഇൻസ്റ്റാൾ ചെയ്യുക. പാക്കേജ് ഇൻസ്റ്റാൾ പൈത്തൻ 2 എന്ന് കൊടുത്തിട്ട് ആ ഒരു പാക്കേജും കൂടി ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നമുക്ക് അടുത്ത കമാൻഡിലോട്ട് പോകണം. ജസ്റ്റ് എൻ്റെ കയ്യിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് ഈ 2 പാക്കേജസും. പക്ഷേ ഞാൻ നിങ്ങൾക്ക് കമാൻഡ് കാണിച്ചു തരുന്നതാണ്. ദെൻ നിങ്ങളതിൽ ഇത്തിരി ടൈം പിടിക്കുന്നതായിരിക്കും ആ ഇൻസ്റ്റാളേഷൻ റിക്വയർമെൻറ്റ് കാര്യങ്ങളും സെറ്റാവാൻ. എൻ്റെ കയ്യിലിപ്പോൾ ഒരു ഡയറക്ടറി ഉണ്ട്. ആ ഡയറക്ടറിയുടെ അകത്താണ് എനിക്ക് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന വെബ് പേജിൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളും ഇരിക്കുന്നത്. അതായത് HTML, JavaScript, CSS ഓക്കെ. അപ്പോൾ ആ ഒരു ഡയറക്ടറി ഓപ്പൺ ചെയ്യുക. CD കാർണേജ് DX കാർണേജ് എന്നുള്ള ഡയറക്ടറിയുടെ അകത്താണ് ഞാൻ എൻ്റെ ആ ഒരു വെബ് പേജിൻ്റെ സ്ക്രിപ്റ്റ് അതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതുപോലെ ഡയറക്ടറി ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് HTML അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റൈലിഷ് ആയിട്ടുള്ള വെബ് പേജൊക്കെ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിരിക്കും. അതായത് നിങ്ങളെ ഓൺ സ്കിൽ അനുസരിച്ചിരിക്കും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന വെബിൻ്റെ ആ ഒരു സ്റ്റൈലിഷും കാര്യങ്ങളൊക്കെ. ഇപ്പം ഞാൻ അതിൻ്റെ അകത്ത് HTML, JavaScript, CSS ആൻഡ് അതിൻ്റെ അകത്തൊരു ഇമേജിൻ്റെ ഒരു ഫയലും കൂടി ഉണ്ട്. സോ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. സോ ഇതാണ് HTML ഒരു കോഡ് എന്നുള്ളത്. അതുപോലെ ഇത്ര വേണമെന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ട്രൈ ഔട്ടാണ് ചെയ്യാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഹലോ വേർഡ് പ്രിൻറ്റ് ചെയ്യുന്നതൊക്കെ ജസ്റ്റ് ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്താൽ തന്നെ HTML കോഡൊക്കെ കിട്ടും. സോ അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ദെൻ ബാക്കിലോട്ട് വരാം. CD അല്ല, Ctrl+Q അടിച്ച് ക്വിറ്റ് ആവും. ദെൻ ഈ ഒരു കമാൻഡ് ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ നോക്കുക. Python 3 -m http.server -blind and localhost IP address port number. സോ ഇതൊന്ന് ഓർത്ത് വെച്ചിരിക്കുന്നു. ഇവിടെ നമുക്ക് ആ ഒരു സർവീസ് സ്റ്റാർട്ടായിട്ടുണ്ട്. HTTP സർവീസ് സ്റ്റാർട്ടായി. ഇനി നമുക്ക് നമ്മളെ ക്രോമിൽ പോയിട്ട് ആ ഒരു ലോക്കൽ ഹോസ്റ്റ് IP അഡ്രസ്സും ഒരു പോർട്ട് നമ്പറും അതിൻ്റെ കൂടെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ആ ഒരു വെബ് പേജ് ഇതിൽ ഓപ്പണായി വരുന്നതായിരിക്കും. ഇതായി നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ക്രിയേറ്റ് ചെയ്ത വെബ് പേജ് പെർഫെക്റ്റ് ഓക്കെ ആയിട്ട് ഇതിൻ്റെ അകത്ത് റണ്ണായി വന്നിരിക്കുന്നത്. സോ അതുപോലെ നിങ്ങൾക്കും ചെയ്ത് നോക്കാം.